ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇവളെന്റെ മനസ്സിലേക്ക് ചാടിക്കേറി ഒരു കസേരയിട്ട് അങ്ങ് ഇരുന്ന് കളഞ്ഞല്ലോ. ഇവളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം. ഇനി കെട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ അതും ആവാം, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ. ഓക്കേ. ഗുഡ് മോർണിംഗ് സർ. സർ ഗുഡ് മോർണിംഗ്. സർ വൈ ഡിഡ് യു കം? അത് എന്തിനാ വന്നേന്ന് എന്നെ മനസ്സിലായല്ലോ. ഞാൻ മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ. അറിയാം സർ. സാറ് വന്ന കാര്യം പറഞ്ഞാ മതി. ഈ ഫയല് എന്റെ അമ്മ അംബികവർമ്മ തന്നുവിട്ടതാ. ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം സർ. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ. ഇവളിവിടെ ഉണ്ടെങ്കിൽ എത്ര ദിവസം വെയിറ്റ് ചെയ്യാനും ഞാൻ തയ്യാറാ. എന്തിനായിരിക്കും അച്ഛൻ ഓഫീസിൽ എത്താൻ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മാഡം. മറ്റാരും അല്ലല്ലോ വിളിച്ചിരിക്കുന്നത്, മാഡത്തിന്റെ അച്ഛൻ തന്നെയല്ലേ. എന്തേലും നിർദ്ദേശങ്ങൾ പറയാനായിരിക്കും, അല്ലെങ്കിൽ ഉപദേശിക്കാൻ. അച്ഛൻ മകളെ വിളിച്ചതിന് ഇത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. മതി രാജുന്റെ ഉപദേശം. എനിക്ക് രാജുന്റെ ഉപദേശം ഒന്നും കേൾക്കണ്ട. ഞാൻ ഉപദേശമല്ല മാഡം, കാര്യം പറഞ്ഞത്. എനിക്ക് രാജു പറയുന്ന കാര്യം കേൾക്കണ്ട. ആഹാ, ബൈക്കിന്റെ പുറകിലിരുന്ന് ഓരോന്ന് പറയുന്ന കേട്ടിട്ടേ മിണ്ടാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നതാ. ഇതിന്റെ പുറകിൽ ഇരുന്നാലല്ലേ കുഴപ്പമുള്ളൂ. ഞാൻ ഇരിക്കുന്നില്ല. രാജു വണ്ടി നിർത്ത്. ഞാൻ വല്ല ഓട്ടോയ്ക്കോ ടാക്സിക്കോ പൊയ്ക്കോളാം. രാജുനോടല്ലേ ബൈക്ക് നിർത്താൻ പറഞ്ഞേ? ഞാൻ മാഡത്തെ പെരുവഴിയിലൊന്നും ഇറക്കി വിടില്ല. പെരുവഴിയിൽ ഇറക്കി വിട്ടാലേ അലഞ്ഞു തിരിയാൻ ഞാൻ ഇല്ലാ കുട്ടിയൊന്നും അല്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഞാൻ അങ്ങനെ ഇറക്കി വിട്ടിട്ടില്ല. അത് അന്ന്. ഇപ്പൊ കല്യാണം കഴിച്ചതോടെ ആളങ്ങ് മാറിപ്പോയില്ലേ. ആവശ്യമില്ലാത്ത ഭാരം എടുത്ത് തലയിൽ വെച്ച് ആളൊരു ത്യാഗിയായി. വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കുക. എന്താ ഇതെന്താ തന്നെ തന്നെ പറഞ്ഞ് ദേഷ്യം തീർക്കാണോ? ക്ലിയർ ആയിട്ട് പറ, ഞാൻ കൂടി കേക്കട്ടെ. ഒന്നുമില്ല മാഡം. ഉണ്ട്. രാജു എന്നെ കുറിച്ചാ പറയുന്നത്, അത് ഞാനും കൂടി കേക്കട്ടെ. മാഡം, ഇത്ര അഹങ്കാരം പാടില്ല. ഞാൻ ഇത്ര അഹങ്കാരിയാ. അതുകൊണ്ട് രാജുന് നഷ്ടമൊന്നുമില്ലല്ലോ. ബൈക്ക് നിർത്ത്. ആ, ബൈക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല മാഡം. ഞാൻ ചാടുവേ. ചാടിയാ കയ്യും കാലും ഓടിയും, അത്ര തന്നെ.